എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് ലൈക്ക് ഹെൽ എന്നാണ്. ഇതൊരു നരകതുല്യമാണ് ഇത് കൊണ്ട് നടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെയെങ്കിലും അയാൾക്ക് ഇറക്കി വെക്കണം, അതിനാരുമില്ല, അയാൾ തനിച്ചാണ്. അപ്പം അതുകൊണ്ടാണ് ഈ സിനിമയിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാം അയാൾ ചർച്ചിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് പ്രാർത്ഥിച്ചതെന്ന് എനിക്കറിയില്ല. നമ്മൾ ആ ഡയലോഗ് ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്, പക്ഷേ അയാളുടെ മനസ്സിലെന്താണ്, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ക്ലൈമാക്സ് ഉണ്ട്, ഈ സിനിമയ്ക്ക് ഒരു ക്ലൈമാക്സ് ഉണ്ട്. ആ ക്ലൈമാക്സിൽ അയാൾ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. അയാൾ ചെയ്തത് എന്തിനു വേണ്ടിയാണ്, അതോ ഇനിയും അയാൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ? പിന്നെ ഈ സിനിമയിൽ വളരെ പ്രത്യേകതയുള്ളത്, ഇത് രണ്ട് ഫാമിലീസിൻ്റെ കഥയാണ്. ഇത് പറഞ്ഞു, രണ്ട് അമ്മമാരുടെ കഥയാണ്, രണ്ട് അച്ഛന്മാരുടെ കഥയാണ്, രണ്ട് കുട്ടികളുടെ കഥയാണ്. ഇതിൽ പിന്നെ ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്. പക്ഷെ എന്നാലും രണ്ടു പേർക്കും തുല്യ ദുഃഖിതരാണ്. അപ്പോൾ ആരാണ് ശരി, ആരാണ് തെറ്റെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ജോർജ് കുട്ടിയും അതേ അവസ്ഥയിലാണ്, ഒരു പക്ഷേ പ്രഭാകരനും അതേ അവസ്ഥയിലാണ്. ഇതിൽ ജോർജ് കുട്ടിക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ് പ്രഭാകരൻ. കാര്യം അയാൾ എന്ന് പറയുന്നത് സത്യമാണെന്ന് എങ്ങനെ അറിയും? നിങ്ങളൊന്നും പറയും, ഞാനത് ശരിയാക്കാം. അത് സത്യമാണോ അല്ലയോ എന്നറിയില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആരായാലും ജോർജ് കുട്ടി കാണുന്നത് ഒരു എതിരാളിയായിട്ടാണ്. അപ്പോൾ അതിനെ എങ്ങനെ അത് കൊണ്ട് നടക്കാമെന്നൊക്കെ പറയുന്ന ഒരു ചിന്തയിലാണ്. അപ്പോൾ ഭയങ്കരമായ ഭാരം മനസ്സിലേറി ഷോൾഡർ ചെയ്ത് നടക്കുന്ന ഒരാളാണ് ജോർജ് കുട്ടി. അപ്പം ഞാൻ പല പ്രാവശ്യം വന്നു ജോർജ് കുട്ടിയെ ഒന്ന് രക്ഷിക്കും, പക്ഷേ ഇനിയും രക്ഷപ്പെടുത്തിയിട്ടില്ല.